following fraction is not included. English complete idea. Upon not included between 1/3 and 1/3 and 1/2. മലയാളം ഇതാണ്. 1/3-നും 1/2-നും ഇടയിൽ അല്ലാത്ത ഭിന്നസംഖ്യ ഏതാണ്? 1/2-നും 1/3-നും ഇടയിലല്ലാത്ത ഭിന്നസംഖ്യ ഏതാണ്? ഓപ്ഷൻസ് തരുന്നു, ശ്രദ്ധിക്കുക. 2/5 ആണോ, അതല്ല 4/7 ആണോ, 3/8 ആണോ, അതല്ല 3/7 ആണോ? Which of the following fraction is not included between 1/3 and 1/2? ഇതിന്റെ ഡിനോമിനേറ്ററിലൊക്കെ നിങ്ങൾക്ക് റൗണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 1/2-നേക്കാൾ വലുതായ ഭിന്നസംഖ്യ കണ്ടെത്തണം. എന്നാൽ കാര്യം ഓക്കെ ആയല്ലോ. 1/2-നും 1/3-നും ഇടയിലായ ഭിന്നസംഖ്യ അല്ല ചോദിച്ചത്, ഇടയിലല്ലാത്തതാണ് ചോദിച്ചെങ്കിലും ഇതിലേതോ ഒരു ഭിന്നസംഖ്യ പകുതിയേക്കാൾ അധികമാണ്. 1/2 എന്ന് പറയാൻ നിങ്ങൾക്കറിയാം ഹാഫ് ആണെന്ന്. ഒരു കേക്കിനെ നേർ പകുതിയാക്കിയാൽ കിട്ടുന്നതാണല്ലോ 1/2. അപ്പൊ ഹാഫിനേക്കാൾ അധികമുള്ള ഏതോ ഒരു ഭിന്നസംഖ്യ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്. അത് കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ, ഈ പറഞ്ഞിരിക്കുന്ന ഡിനോമിനേറ്ററായ 5-നെ പകുതിയാക്കുക. എത്രയാണ് 5-ന്റെ പകുതി ദീപിക? 2.5. 2.5 എന്ന് പറയുന്ന 2.5-യാണ്. പകുതി എത്രയാണ്? 2.5. അങ്ങനെ പച്ച മലയാളം പറയുന്നത് 2.5. 2.5 എന്ന് പറയുന്ന 2.5. ഈ 2.5-ആണോ മേലെയുള്ള 2 വലുത്? 2.5. അപ്പോൾ ഇവിടെ 1/2-നേക്കാൾ 5-ന്റെ പകുതിയായ 2.5-നേക്കാൾ കുറവാണ് ഈ 2. അത് പരിഗണിക്കേണ്ടതില്ല. ഇനി രണ്ടാമത് നോക്കൂ, 7 ആണ്. 7-ന്റെ പകുതി എത്രയാണ്? 3.5. ആ 3.5-ആണോ 4-ആണോ വലുത്? 4. അപ്പൊ ഈ 4/7-നെ ഇങ്ങോട്ട് മാറ്റി വെക്കൂ. നിങ്ങൾ 4/7-നെ ഇങ്ങോട്ട് മാറ്റൂ. എന്താണ് 4/7-ന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ, താഴെ ഇരിക്കുന്ന ഛേദം എന്ന് പറയുന്ന ഡിനോമിനേറ്ററിന്റെ പകുതി എടുത്തു, ഹാഫിനേക്കാൾ ആ വലുതാണ് മേലെ ഇരിക്കുന്ന ന്യൂമറേറ്റർ. അപ്പോൾ അത് എന്തായാലും 1/2-നേക്കാൾ അധികമാണെന്ന കാര്യം തെളിഞ്ഞു. ഇനി അടുത്ത നോക്കിക്കോളൂ, 3/8-നെ പരിഗണിക്കാം. എത്രയാണ് ജീനസ്? 8-ന്റെ പകുതി 4ആണ്. ആ 4-നേക്കാൾ ചെറുതാണോ വലുതാണോ 3? ചെറുതാണ്. അപ്പോൾ ഇതും 1/2-ന്റെ ഉള്ളിൽ വരുന്നതാണ്. 1/2-നേക്കാൾ അധികമല്ല. അടുത്ത 7-നെ പരിഗണിക്കാം. 7-ന്റെ പകുതി എത്രയാണ്? 3.5-നേക്കാൾ ചെറുതാണ് 3. അപ്പം ഇതൊക്കെ ഇവര് 1/2-നും 1/3-നും ഇടയിലുള്ള ഭിന്നസംഖ്യകളാണ്. അതാണ് ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 1/2-നും 1/3-നും ഇടയിലില്ലാത്ത ഭിന്നസംഖ്യ ചോദിച്ചാൽ ഇവിടെ കാണുന്ന ഏതോ ഒരെണ്ണം ഈ പകുതിയേക്കാൾ അധികം കിട്ടും. പകുതിയേക്കാൾ അധികം കിട്ടും എന്ന് പറഞ്ഞാൽ ഈ 5-ന്റെ പകുതിയായ 2.5-നേക്കാൾ ചെറുതാണ് ഈ 2. പക്ഷെ ഇവിടെയുള്ള 4/7 എന്ന് പറയുന്നത് 7-ന്റെ പകുതിയായ 3.5-നേക്കാൾ വലുതാണ് 4. അങ്ങനെയാണ് ഒരു വഴി മനക്കണക്കായിട്ട് കണ്ടുപിടിക്കുക. വേറെ വഴി നിങ്ങൾക്ക് പ്രത്യേകം വീട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ചിത്രം അങ്ങോട്ട് വരയ്ക്കാം. അത് കുറച്ച് സമയം എടുക്കുന്ന വഴിയാണ്. ഈ ചിത്രം നിങ്ങൾക്ക് ആദ്യം 1/3 കളിക്കാൻ എല്ലാത്തിലും ഓരോ 1/2, 1/3 ആയിട്ട് ഒരു കേക്ക് എടുക്കുക. അതും ഷെയ്ഡ് ചെയ്യുക.
അപ്പൊ നിങ്ങളോട് ചോദിച്ചത് ഇതിന്റെ ഇടയിലല്ലാത്ത ഭിന്നസംഖ്യയാണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് 1/2 അധികമുള്ള ഏതോ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതേ കേസ് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത് പറയൂ. 2/5. 2/5. പിന്നെ 4/7. 4/7. പിന്നെ 3/8. 3/8 ആണോ 3/7 ആണോ? 8. 3/8. 3/8 തന്നെയാണ്. 3/8 തന്നെയാണ്. പിന്നെ 3/7. 3/7. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഞാൻ ഈ കേക്ക് 3-1 ഭാഗമാക്കി, ഞാൻ ഈ കേക്ക് 2-1 ഭാഗമാക്കി, അതേപോലെ നിങ്ങൾ ഈ കേക്കിനെ 5 തുല്യ ഭാഗമാക്കിയിട്ട് 2 ഭാഗം ഷെയ്ഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾ 7 തുല്യ ഭാഗമാക്കിയിട്ട് 4 ഭാഗം ഷെയ്ഡ് ചെയ്യുക. ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെടും, ഈ 1/2 അധികമാണ് ഇതേത് ബോധ്യപ്പെടും. അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രം വരച്ചു നോക്കിയാൽ തന്നെ ബോധ്യപ്പെടും. വേറെ വഴികളുണ്ട്, കാരണം 2-3 വഴികളുണ്ട്. അതിൽ ഏറ്റവും മനക്കണക്കായിട്ടൊരു വഴിയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഏതോ ഒരു ഭിന്നസംഖ്യ ഛേദം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ പകുതിയേക്കാൾ അധികമാണ്. അപ്പോൾ ഡിനോമിനേറ്ററിന്റെ പകുതിയേക്കാൾ അധികമുള്ള ആളെ പിടിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പക്ഷേ ഇതിന്റെ ചോദ്യങ്ങൾ കാണില്ല. പക്ഷെ ഭിന്നസംഖ്യ പഠിച്ച നിങ്ങളോട് ചെറുതേത്, വലുതേത്, ഇടയിലല്ലാത്തതേത് എന്ന് ചോദിക്കാം. Which of the following fraction is the largest one? മോളെ ആ ചോദ്യം ഒന്ന് വായിച്ചേ. Which of the following are fraction is the largest one? ലാർജസ്റ്റ്. ചേർപ്പ് സ്കൂളിലെ കുട്ടികൾ വേറെ ഉണ്ടല്ലോ ഇതില്ല. കുട്ടി മുന്നോട്ട് വന്നേ. ഒരുപാട് കുട്ടികളുണ്ട്. ശരി, ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ വലുതേത് എന്നാണ് അതിന്റെ മലയാളം. ഹോസ്റ്റായ കുട്ടികളൊന്ന് വീഡിയോ ഓൺ ചെയ്യണേ. ഇതിൽ വലുതേത്? ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരി, 8/19 ആണോ, അതല്ലെങ്കിൽ 9/18 ആണോ, അതല്ല 7/13 ആണോ, അതല്ല 8/17 ആണോ? എന്താണ് നിങ്ങളുടെ ആൻസർ? 7/13. 7/13 ആണ് ആൻസർ. അത് എങ്ങനെ കിട്ടിയെന്ന് കൂടി പറയൂ. Cross multiplication. അപ്പൊ ഇവിടെ ഇങ്ങനെയും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വലുതേത് ചെറുതേത് എന്ന് ഫ്രാക്ഷൻ തന്നുകൊണ്ട് അതിനെ 3 തരത്തിൽ ചോദ്യങ്ങൾ വരാം. ഒന്ന്, എല്ലാ ന്യൂമറേറ്ററും തുല്യമായത്, ഡിനോമിനേറ്റർ തുല്യമായത്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അത് എളുപ്പത്തിൽ വരുന്ന ചോദ്യങ്ങളാണ്. ഞാനൊരു എക്സാമ്പിൾ എഴുതാം. നിങ്ങളോട് 1/7 ആണോ, 2/7 ആണോ, 3/7 ആണോ, 4/7 ആണോ വലുത് എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ മറുപടി? 4/7. ശരി ശരി, 4/7 ആണ്. കാരണം 4/7 നമുക്ക് കണ്ടുപിടിക്കാൻ സുഖമാണ്. ഇവിടെയുള്ള ഡിനോമിനേറ്റർ ഛേദങ്ങളൊക്കെ തുല്യമാണ്. ഛേദം തുല്യമായാൽ ഏറ്റവും മേലെയുള്ള അംശം വലുതിനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഛേദങ്ങളൊക്കെ തുല്യമായാൽ താരതമ്യം ചെയ്യാനുള്ള എളുപ്പമാർഗം ഏറ്റവും വലിയ അംശമാണ് ഏറ്റവും വലിയ വരിക. ന്യൂമറേറ്ററിനെ വലുതിനെ പിടിച്ചാൽ മതി. അതേ സമയത്ത് നേരെ തിരിച്ചാണെങ്കിൽ ഈ ചോദ്യം നേരെ തിരിച്ച് ഈ ചോദ്യം വരാം. നോക്കിക്കോളൂ എങ്ങനെയാ വരുന്നത്. 7/2, 7/3, 7/4, 7/5 ഇതിലേതാണ് വലുത്? ഇത് രണ്ടും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ പ്രയാസമില്ല. കാരണം ഇതിലേതെങ്കിലും ഒരെണ്ണം തുല്യമാണ്. അപ്പൊ ഇവിടെ 7/2 വലുതായിട്ട് കാണിക്കുമ്പോൾ, ഇവിടെ 4/7 വലുതായിട്ട് കാണിക്കുമ്പോൾ, ഇവിടെ ഒക്കെ ഉള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ മേലെ നമ്മുടെ ചോദ്യത്തില്
ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വ്യത്യസ്തമാണ് മക്കളെ. രണ്ടും തുല്യമല്ല. തുല്യമല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് തുല്യമാണെങ്കിൽ താരതമ്യം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ തുല്യമല്ലാത്തത് കൊണ്ട് ഇവരെ നമുക്ക് ഗുസ്തി മത്സരത്തിന് വിളിക്കാം. ആദ്യം 8/19 9/18 ക്ഷണിക്കാം. അവരെ ക്ഷണിച്ചിട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ സെന്റ് മൈക്കിൾസിലെ കുട്ടികളോടാണ് ചോദ്യം. 18-നെ 8 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? പറയൂ. ആരെങ്കിലും ഒരാൾ പറയും മറുപടി. 484. എത്ര? 484. എത്ര മറ്റുള്ള കുട്ടികൾ പറയും? 18-നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 144. 144 മോളെ അല്ലെ? 144 ഇനി 19-നെ 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 171. കേട്ടില്ല. 81. 171. ഞാൻ ഒരു സത്യം നിങ്ങൾക്ക് പറയട്ടെ ധീരജെ. 7ാം ക്ലാസ്സിൽ എത്തിയിട്ട് USS ഇരിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അത് നിങ്ങൾ പഠിച്ചെടുക്കണം. ചില കുട്ടികളൊക്കെ ഇത് മനക്കണക്കായിട്ട് തന്നെ ഗുണിക്കാറുണ്ട്. ഇനി അതില്ലെങ്കിലും എഴുതി ഗുണിക്കാനെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ കൂടുതൽ രക്ഷിതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ 5 വർഷം മുമ്പ് 3ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ചില സമയത്ത് അന്ന് സ്കൂളില്ലായിരുന്നു. എന്തേ കാരണം? ആ പ്രശ്നമാണ് നിങ്ങൾക്ക് ഈ മൾട്ടിപ്ലിക്കേഷന്റെ പ്രശ്നം വന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പറയൂ, 19-നെ 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 81. എന്ത് 81? ഇത് 81 കിട്ടി. പിന്നെ ബാക്കി മുഴുവൻ പറയൂ. 171. ആ 171 മേലെയും എഴുതി. ഇനി നിങ്ങൾ നോക്കിയാൽ മതി 144 171 വലുത് എന്ന്. അപ്പൊ നമ്മൾ തിരിച്ചറിയും 171 വലുത് എന്ന്. അപ്പൊ നമുക്ക് ഇയാളെ അങ്ങോട്ട് ഒഴിവാക്കാം. പകരം ഇയാളെ എടുക്കാം. 9/18 എടുക്കാം. ആ 9/18 പിന്നെ കുസ്തി മത്സരത്തിൽ ജയിക്കുന്നത് 7/13 9/18 എന്ന് ചെക്ക് ചെയ്യാം. അതിനുള്ള മാർഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെയും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പറയൂ മക്കളെ, 13-നെ 9 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 117. 117. ശരി. ഇനി 18-നെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 126. 126. കണ്ട, അങ്ങനെ ഗുണിച്ച് പെട്ടെന്ന് പറയുന്ന കുട്ടികളുണ്ട്. അപ്പൊ 117 126 വലുത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നു 126 വലുത് എന്ന്. അപ്പൊ നമ്മൾ 17/7/13 ഇതിൽ വലുത്. ഇനി നമുക്ക് ഇവരെ തമ്മിൽ താരതമ്യം ചെയ്യണം. കാരണം മറ്റതൊക്കെ ചെറുതായി പോയി. ഇനി നമുക്ക് 7/13 അല്ലെങ്കിൽ 8/17 വലുത് എന്ന് നോക്കണം. അപ്പൊ മക്കൾ അവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വെറുതെ കുറെ സംഖ്യകൾ എടുത്തിട്ട് 3 ഡിജിറ്റും 4 ഡിജിറ്റൊക്കെ എടുത്ത് മൾട്ടിപ്പിൾ ചെയ്ത് സ്പീഡ് ആക്കണേ മക്കളെ. അതിന്റെ വലിയ കുടുക്കാതെ 17-നെ 7 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 119. എത്ര? 119. ഇതാ കുട്ടികളെന്ന് പറയണ്ടേ. 119. 13-നെ 8 കൊണ്ട് ഗുണിച്ചാലോ?
104 ആണോ 124 വലുത്? സോറി 119 ആണോ 104 വലുത്? 119. അപ്പൊ നമ്മുടെ വലിയ ഫ്രാക്ഷൻ 7/13 മനസ്സിലായി. ഇനി ഞാൻ മൈക്ക് ഓൺ ചെയ്യുകയാണ്. ഇത് മനസ്സിലാകാത്ത കുട്ടികളുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയണം. ഓപ്ഷൻസ് തമ്മില് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ആദ്യം രണ്ടാളെ പിടിച്ചിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യല്ലേ? ശരി. പിന്നെയോ? അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ 2 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് ഏതാണോ വലിയ ആൻസർ കിട്ടിയത് അതിനെ സെലക്ട് ചെയ്യാം, മറ്റേത് വിട്ടുകളയാം. എന്നിട്ട് അടുത്തതിനും കൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അങ്ങനെ ഈ 2 എടുത്തിട്ട് അതിൽ വലുതാരാണ് കണ്ടുപിടിക്കുക. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ നമ്പർ വിത്ത് 49 factors from the following. സാർ മലയാളം പറയോ? പറയാം, ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇതൊന്ന് ഇംഗ്ലീഷ് പറഞ്ഞ ഉടനെ തന്നെ മലയാളം പറയും. Find the number with the 49 factors from the following. മലയാളം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. 49 ഘടകങ്ങളുള്ള 49 സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? അപ്പൊ താഴെ ചില കാര്യങ്ങൾ കൊടുക്കണമല്ലോ, അതെന്തൊക്കെയാ നോക്കാം. ഓപ്ഷൻസ് ആർ 12/3 എന്ന് പറഞ്ഞാൽ 12 3 പ്രാവശ്യം എഴുതി കുറിച്ചാൽ കിട്ടുന്ന ഒരു വലിയ സംഖ്യയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ 2/7 into 3/7. അടുത്തത് 4/6 into 3/6 ആണ്. അടുത്തത് 36/3 ആണോ? ഒന്നുകൂടി ചോദ്യം പറയാം. താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് കൃത്യമായിട്ട് 49 ഘടകങ്ങൾ എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് 49 ഘടകങ്ങളുള്ള സംഖ്യ ഏത് എന്നാണ് നമ്മളുടെ ചോദ്യം. അതിൽ 12/3 ആണോ? 12/3 എന്ന് പറഞ്ഞാൽ 12 എന്ന സംഖ്യയെ 3 പ്രാവശ്യം എഴുതി കുറിച്ചാൽ കിട്ടുന്ന ഒരു വലിയ സംഖ്യയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ 2/7, 2 7 പ്രാവശ്യം എഴുതി കുറിക്കുന്നു, 3 7 പ്രാവശ്യം എഴുതി കുറിക്കുന്നു, അങ്ങനെ കിട്ടുന്ന വലിയ സംഖ്യയാണോ? അല്ലെങ്കിൽ ഇതാണോ? അല്ലെങ്കിൽ അവസാനം എഴുതിയിരിക്കുന്ന 36/3 ആണ്? ഇത് പഠിക്കുന്നത് 6ാം ക്ലാസ്സിലാണ്. അതിന്റെ തുടർ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ 7ാം ക്ലാസ്സിൽ വരുന്നു. ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയിൽ ഉണ്ടാവും. ഇത് 49 ഘടകങ്ങളുടെ സംഖ്യ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യക്ക് എത്ര ഘടകങ്ങളുണ്ടെന്ന് ചോദിക്കാം. ഇപ്പം 72 എന്ന സംഖ്യക്ക് എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി നിങ്ങൾ മുമ്പ് പറയാ 1 into 72 പറയും. 2 into ആരും കിട്ടുന്നില്ല. 36. 3 into 4 into 18 6 into 9 12. 12. ഫർമിൻ ജോസ് വന്നില്ല. ഫർമിൻ ജോസ് എന്താണോ വൈകിപ്പോയത്? വൈകിയതല്ല, ഞാൻ നേരത്തെ തൊട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ എന്താ മിണ്ടായിരുന്നത്? സൗണ്ട് പോയിരിക്കുക. സൗണ്ട് പോയിരിക്കുക. ഓ ശരി. ഇനി അടുത്ത ഏതൊക്കെയാണ് ഫർമിൻ ജോസ്? ഇതില് മറ്റുള്ള കുട്ടികളും മൈക്ക് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. അടുത്തത് 8 പറ്റും. 8 വരും. 8നെ 8 കൊണ്ട് കുറിച്ചാൽ കിട്ടും.
8x9. ഇനി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ശ്രദ്ധിക്കുക. 72 എത്ര ഘടകങ്ങളുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങൾക്ക് ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് 4 ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും. ആ 4 ടൈപ്പ് പ്രത്യേകം മക്കൾ തിരിച്ചറിയണം. ഒന്ന്, ഒരു സംഖ്യക്ക് എത്ര ഘടകങ്ങളുണ്ടെന്ന് ചോദിക്കും. ഇങ്ങനെയുള്ള നിസ്സാര സംഖ്യ ചോദിച്ചിട്ടൊന്നും ഘടകങ്ങളുടെ എണ്ണം ചോദിക്കൂല, വലിയ വലിയ സംഖ്യകളെ തരിക. അപ്പൊ തൽക്കാലം ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. 1 into 72, 2 into 36, 3 into 24, 4 into 80, 6 into 12, 8 into 9. ഇവിടെ ചോദ്യം 72 എത്ര ഘടകങ്ങളുണ്ട് എന്നാണെങ്കിൽ അതിന്റെ ആൻസർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 72 12 ഘടകങ്ങൾ എന്ന് നിങ്ങൾക്ക് ധൈര്യമായി ഉത്തരം കൊടുക്കാം. രണ്ടാമത്തെ ചോദ്യം ഇരുന്ന് വരാം. 72 എത്ര ഓഡ് ഫാക്ടേഴ്സ് ഉണ്ട് എന്നും ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ള ചോദ്യം. ഹൗ മെനി ഓഡ് ഫാക്ടേഴ്സ് എന്നാണ് ചോദ്യമെങ്കിൽ 72 ഒറ്റ സംഖ്യാ ഘടകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ 72 ഘടകങ്ങൾ എഴുതിയപ്പോൾ അതിൽ എത്ര ഒറ്റ സംഖ്യകൾ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് ചോദ്യം. ഇതാ 1 എന്നുള്ള ഒറ്റ സംഖ്യ, ഇതാ 3 എന്ന ഒറ്റ സംഖ്യ, ഇതാ 9 എന്ന ഒറ്റ സംഖ്യ. അപ്പം 72 ഒറ്റ സംഖ്യാ ഘടകങ്ങളുടെ എണ്ണം 3 ആണ്. ഇനി 72 എത്ര ഇരട്ട സംഖ്യാ ഘടകങ്ങളുണ്ട് എന്ന് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരട്ട സംഖ്യാ ഘടകങ്ങൾ ഈവൺ ഫാക്ടേഴ്സ്, ഹൗ മെനി ഈവൺ ഫാക്ടേഴ്സ് എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഈവൺ നമ്പർ എഴുതുന്നതിന് ഇതിങ്ങനെ കൂട്ടിയിടാം. പക്ഷെ ഈവൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഞാൻ വേറെ വഴി കൂടി പറഞ്ഞുതരാം. എന്തായാലും ഇവിടെ കണ്ടുപിടിക്കാം. 72 ഈവൻ ഫാക്ടേഴ്സ് 12 ആയ മൊത്തം ഫാക്ടേഴ്സിൽ നിന്ന് ഓഡ് ഫാക്ടേഴ്സ് ആയ 3 നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് 9 കിട്ടും. അപ്പം ഈവൻ ഫാക്ടേഴ്സ് 9 തന്നെ എന്ന് നമുക്ക് പരിശോധിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇത് ഇങ്ങനെയല്ല നമ്മൾ കണ്ടെത്തിയത്. നിങ്ങൾ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇത് കണ്ടെത്തിയത് ഈ വഴിക്കല്ല. കാരണം ഈ വഴിക്ക് ചെയ്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സംഖ്യകൾ മാത്രമേ ഇങ്ങനെ നമ്മൾ മനസ്സിൽ കുറിച്ച് നോക്കാനൊക്കെ പറ്റൂ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഫാക്ടറൈസ് ചെയ്യലാണ്. ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യലാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രൈം നമ്പറായ ഡിജിറ്റ് നമുക്ക് ഓർമ്മ വരണം. ആദ്യത്തെ പ്രൈം നമ്പറായ ഡിജിറ്റ് 2, 3, 5, 7 ഇവയൊക്കെയാണ്. അപ്പൊ നമുക്ക് 72 ആദ്യം ഈ കൂട്ടിനകത്ത് എഴുതാം. എന്നിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്താൽ പ്രൈം നമ്പർ ഉണ്ട്. ആദ്യത്തെ പ്രൈം നമ്പറായ 2 തന്നെ സ്വീകരിക്കാം. കാരണം 2ഉം 72ഉം തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? 72 ഈവൻ നമ്പറാണ്. അപ്പൊ 2ഉം ഈവൻ നമ്പറാണ്. അപ്പൊ നിങ്ങൾക്ക് 72 2 കൊണ്ട് വെച്ചാൽ 72 പകുതിയായ 36 കിട്ടുന്നു. 36 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് 18 കിട്ടുന്നു. 18 വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വീടിന് എത്ര കിട്ടും? 9 കിട്ടും. 9 വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത പ്രൈം നമ്പറായ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആ 3 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 3 എഴുതി അവസാനിപ്പിക്കാം. പക്ഷെ ഇത്രയും ചെയ്ത ഉത്തരമായില്ല. നിങ്ങൾ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തൊന്നും പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ആവശ്യമില്ല. പ്രൈം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ 2 വരെ അവസാനിപ്പിക്കാൻ തീർച്ചേ. അപ്പോൾ ഇവിടെ എത്ര പ്രൈം നമ്പർ കണ്ടുപോയിക്കോളെ. 1. ആദ്യം നമുക്ക് ഈ ഇതിലൊക്കെ ഒന്ന് പിടിക്കാം. 2 ഒന്ന് ഇവിടെ ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 നിങ്ങൾ 3 പ്രാവശ്യം എഴുതി ഗുണിച്ചപ്പോൾ അതിന്റെ കൂടെ ഇവിടെയുള്ള ഈ 3ഉം ഇവിടെയുള്ള ഈ 3ഉം തമ്മിൽ ഗുണിച്ചപ്പോഴാണല്ലോ നിങ്ങൾക്ക് 72 കിട്ടിയത്. അപ്പൊ 2 × 2 × 2 8 ആയ 3 × 3 ആയ 9നെ ഗുണിച്ചിട്ടാണല്ലോ നിങ്ങൾക്ക് 72 കിട്ടിയത്. അതവിടെ എഴുതിയതിനു ശേഷം 2 എത്ര പ്രാവശ്യം എഴുതി ഗുണിച്ചു എന്ന് കാണിക്കാൻ 2 3 പ്രാവശ്യം എഴുതി ഗുണിച്ചെന്ന് കാണിക്കാൻ 2ന്റെ പവർ ആയിട്ട് 3നെ എഴുതുന്നു. 2⁻3 ഇൻറ്റു 3 3 പ്രാവശ്യം 2 പ്രാവശ്യമാണ് ഇവിടെ ഉപയോഗിച്ചെങ്കിൽ അവിടെ 3⁻2 എന്നും എഴുതുന്നു. അതിനുശേഷം റൈറ്റിംഗ് പേന എടുത്തിട്ട് നോട്ട് ബുക്കിൽ ഇവിടെ ഒരു +1 കൊടുക്കുന്നു. ഇവിടെയും ഒരു +1 കൊടുക്കുന്നു. അങ്ങനെ 3 1 കൂടി കൂട്ടിയാൽ എത്രയാണ് ധീരജെ? 4. 2 1 കൂട്ടിയാൽ കിട്ടുന്ന 3ഉം 4 3 തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ്? 12. 12 ഘടകങ്ങളാണ് ഈ 72 ഉള്ളത്. ഈ 12ൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ഓഡ് ഫാക്ടേഴ്സ് കണ്ടെത്താൻ നോക്കിക്കോളെ.
കാരണം ഇവിടെ ഓഡ് ഫാക്ടേഴ്സ് നേരത്തെ നമ്മൾ കണ്ടെത്തിയത് എല്ലാം നമ്മൾ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയതാണ്, അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ഓഡ് ഫാക്ടേഴ്സ് കണ്ടെത്താൻ ഓഡ് നമ്പറായ പ്രൈം നമ്പറിനെ പിടിക്കുന്നു. ഇവിടെ ഓഡ് നമ്പറായ പ്രൈം നമ്പർ 3 ആണ്. ആ 3ന്റെ പേര് 2+1 കിട്ടുന്നുണ്ട്. അപ്പം ഓഡ് ഫാക്ടേഴ്സ് 2+1 3. 12ൽ നിന്ന് 3 ആയ ഓഡ് ഫാക്ടേഴ്സ് ആണ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 9 ആയിരിക്കും ഈവൻ ഫാക്ടേഴ്സ്. മനസ്സിലായോ? Yes, sir. പറഞ്ഞുതരോ? Yes, sir. ദേവ മനസ്സിലായോ പറഞ്ഞത്? കൃഷ്ണദേവ ഒന്നും കൂടി പറഞ്ഞുതരോ സാർ? ഒന്നുകൂടി പറയൂ. ജോസ് Yes, sir. ഉള്ള സൗണ്ട് വെച്ചിട്ട് അതൊന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കും മോനെ, വളരെ വ്യക്തമായി. ഇവിടെ ഒരു സംഖ്യ തന്നിട്ട് ഇപ്പൊ 72 എന്ന സംഖ്യ എടുക്കുകയാണെങ്കിൽ ആ സംഖ്യ തന്നിട്ട് അതിന് എത്ര ഘടകങ്ങളുണ്ട്, അതിലെ ഓട് ഘടകങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനാണ് എളുപ്പമാർഗം എന്ന് പറയുന്നത്. ആ സംഖ്യയെ ഫാക്ടറൈസേഷൻ ചെയ്യുക. അന്നേരം 72 ആദ്യം ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 എടുക്കുന്നു. 2 എടുത്തു 36 കിട്ടി. 36 ഈവൻ ആയതുകൊണ്ട് 2 എടുക്കുന്നു. അതിൽ 18 കിട്ടി. 18 ഈവൻ ആയതുകൊണ്ട് 2 എടുക്കുന്നു. അപ്പോൾ 9 കിട്ടും. 9 ഓഡ് ആയതുകൊണ്ട് 3 എടുക്കുന്നു. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടുന്നു. നമ്മൾ അവിടെ എഴുതി നിർത്തുന്നു. എന്നിട്ട് ആ സംഖ്യ എന്ന് പറയുന്നത്, അതായത് 72 എന്ന് പറയുന്നത് 2 × 2 × 2 × 3 × 3 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ താഴെ 2�3× 3�2 എന്ന് എഴുതാം. അപ്പൊ ഓഡ് നമ്പേഴ്സിനെ കണ്ടുപിടിക്കാൻ ആ പവറുകളോട് ഒന്ന് കൂട്ടിയിട്ട് ഓഡ് നമ്പറിന്റെ പവറായി വരുന്ന സംഖ്യ, അതായത് ഇവിടെ ഓഡ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. ആ 3ന്റെ പവറായി വരുന്ന സംഖ്യയാണ് ഓഡ് നമ്പറിന്റെ എണ്ണം. അപ്പൊ ഇവിടെ 3ന്റെ പവറായിട്ട് വരുന്നത് 3 തന്നെയാണ്. അപ്പൊ 12ൽ നിന്ന് 3 കുറച്ച് നമുക്ക് ഈവൻ നമ്പേഴ്സിന്റെ ഇത് കിട്ടും. 3 ഓഡ് നമ്പേഴ്സിന്റെ നിന്ന് കിട്ടി. ടോട്ടല് 12 ആണെന്ന് നമുക്ക് പവറിന്റെ കൂടെ ഒന്ന് കൂട്ടി അതിനെ ഗുണിച്ചാൽ മതി. ഒന്ന് കൂട്ടി ഗുണിച്ചാൽ മതി. ഒറ്റ മിനിറ്റ് പോലെ ഞാനേ ആ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേറൊരു ചോദ്യം എടുത്ത് പറഞ്ഞു കൊടുക്കാം. ഞാനിതിങ്ങനെ പെട്ടെന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ പിന്നീട് ഈ ക്ലാസ് വരും. മക്കളെ ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവരും മൈക്ക് വളരെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല, ആരെയും മ്യൂട്ട് ചെയ്യേണ്ടി വരുന്നില്ല. ശരി, ആ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വേറൊരു ചോദ്യം എടുക്കുകയാണ്, ശ്രദ്ധിക്കുക. നമുക്ക് 80ന് ഇതെല്ലാം കണ്ടുപിടിക്കുന്നതായിരിക്കുക. ടോട്ടൽ ഫാക്ടേഴ്സ് കണ്ടെത്തണം, ഈവൻ ഫാക്ടേഴ്സ് കണ്ടെത്തണം, ഓഡ് ഫാക്ടേഴ്സ് കണ്ടെത്തണം. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ 80നെ 2 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്തു. 40 കിട്ടി. 40നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 20 കിട്ടി. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 10 കിട്ടി. 10നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5 കിട്ടി. 5 പ്രൈം നമ്പർ ആയതുകൊണ്ട് നമ്മൾ അവിടെ അവസാനിപ്പിച്ചു. ഇനി നമ്മൾ അടുത്ത പ്രശ്നം എന്നാൽ 2 4 പ്രാവശ്യം എഴുതി ഗുണിച്ചെന്ന് കാണിക്കാൻ 2⁴ എന്ന് എഴുതാം. അത് മക്കൾ 2 പാഠം കഴിഞ്ഞാൽ പഠിക്കാനുണ്ട്. ആവർത്തന കൂടെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന പാഠം നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഷോർട്ട് എഴുതിയത് 2⁴ എന്ന് എഴുതുന്നു. ഇൻറ്റു 5 ഇവിടെ ഒരു പ്രാവശ്യമാണ് ഉപയോഗിച്ചത്. അങ്ങനെ നമ്മൾ 5⁴ എഴുതും. ഇനി നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ, ഈ 2⁴ എന്ന് പറഞ്ഞാൽ 2നെ 4 കൊണ്ട് ഗുണിക്കാനല്ല. 2⁴ 2 4 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ കിട്ടുന്ന 16ആണ്. ആ 16നെ 5 കൊണ്ട് ഗുണിച്ചാലാണല്ലോ നിങ്ങൾക്ക് 80 കിട്ടുക. അപ്പൊ നമുക്ക് 2⁴ എന്ന് എഴുതിയിട്ട് 2⁴ ഇൻറ്റു 5⁴ ആണ് ഈ 80 എന്ന് വ്യക്തമാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു +1 വെച്ച് കൊടുക്കുക. കാരണം 1 എല്ലാ സംഖ്യയുടെയും ഘടകമായതുകൊണ്ടാണ് നമ്മൾ +1 ഇടുന്നത്. അപ്പൊ ഇവിടെയും ഒരു +1 കൊടുക്കുക. അപ്പൊ 4 + 1 5 ആണെന്ന് മക്കൾക്കറിയാം. 1 + 1 2 ആണെന്ന് അറിയാം. അപ്പൊ 2 5 10 ഘടകങ്ങളാണ് 80-നുള്ളത്. ഇനി മോനെ ഈ 10 ഘടകങ്ങൾ ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഓഡ് ഫാക്ടേഴ്സ് കണ്ടെത്താൻ ഒരു പ്രശ്നവുമില്ല. ഓഡ് നമ്പറായ പ്രൈം നമ്പറിന്റെ മേലെയുള്ള ഈ 1 + 1 ആയിരിക്കും.
അപ്പൊ ഓഡ് ഫാക്ടേഴ്സ് 1+1 ആയ 2 ആയിരിക്കും ഓഡ് ഫാക്ടേഴ്സ്. 10 നിന്ന് 2 മൈനസ് ചെയ്താൽ എത്രയാണ്? 8. അപ്പൊ പിന്നെ സെന്റ് മൈക്കിൾസിലെ കുട്ടിക്ക് അത് മനസ്സിലാകത്ത ആ കുട്ടി പറയട്ടെ, മക്കളെ 8 കിട്ടി. അപ്പൊ ഈവൻ ഫാക്ടേഴ്സ് നമുക്ക് 8 കിട്ടി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൈക്ക് മ്യൂട്ട് ചെയ്യാൻ ചില കുട്ടികൾ മൈക്കാണ് വെറുതെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അന്നേരമാണ് ആവശ്യത്തിന്റെ. ശരി, ഇത് 80-ന്റെ 10 ഘടകങ്ങളുണ്ടോന്നും അതിൽ ഓഡ് ഫാക്ടേഴ്സ് 2 ആണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ചെക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. 1 × 80, 2 × 40, 4 × 20, 5 × 16, 10 × 8. ഇതൊക്കെ 80 കിട്ടുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ഇന്ന് നോക്കൂ, ഇനി എന്താണ് ഇതിൽ ഓഡ് ഫാക്ടേഴ്സ്, ടോട്ടൽ ഫാക്ടേഴ്സ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതൊക്കെ ഇതിൽ മക്കൾ ഓഡ് ഫാക്ടേഴ്സ് നോക്കിക്കോളൂ. 1, പിന്നെയോ പിന്നെ ഏതാണുള്ളത്? 1, പിന്നെ ഏതാണ്? 5. 5 മനസ്സിലായോ സെന്റ് മൈക്കിൾസ്? മനസ്സിലായി. അപ്പോ 1, 2, 3, 4, 5, 6, 7 ഈവൻ ഫാക്ടേഴ്സ് കിട്ടി. Is it clear to you? Yes or no? Yes. Okay. Yes. Yes, sir. Yes, sir. Yes, sir. Yes, sir. നമ്മുടെ ചോദ്യത്തിലേക്ക് ഇനിയും വരാനായിട്ടില്ല. കാരണം നിങ്ങൾക്ക് ചെറിയ 2 കാര്യം മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. 80-ഉം 72-ഉം മാത്രം വെച്ചാലൊന്നും ഇതങ്ങ് നേരെയാവൂലേ? നോക്കോളെ, ഇനി ഈ ചോദ്യത്തിനൊക്കെ നമുക്ക് ഉത്തരം നേരത്തെ തന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ഇതും കൂടി മക്കൾ പഠിച്ചിരിക്കണം. നമ്മൾ 6ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്നത് 7ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പവർ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നാളും. അപ്പൊ അതുകൂടി മനസ്സിലാക്കണം. 2 പാഠങ്ങൾ പഠിക്കാനുണ്ട്. ശരി, അടുത്ത് നോക്കോളെ. ഇവിടെ വലിയൊരു സംഖ്യയാണ് ഈ 12/4 എന്ന സംഖ്യ. നേരത്തെ 12/3 ആണല്ലോ. 12/4 എത്ര ഘടകങ്ങളുണ്ട് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വലിയ സംഖ്യയാണ്. 12-നെ 4 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ കിട്ടുന്ന വലിയൊരു സംഖ്യ എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നമുക്കെന്ത് ചെയ്യാം? ഇതിനെ പ്രൈം നമ്പറിന്റെ ഭാഗമാക്കി ഷോർട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് 12/4 4 × 3 എന്ന് 12-നെ എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 4 × 3 എന്ന് എഴുതി ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിന്റെ പുറത്തേക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന 4-നെ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നാൽ 3 മാത്രം ഇവിടെ പ്രൈം നമ്പർ ആണ്, 4 പ്രൈം നമ്പർ അല്ല. 4 2 കൂടുതൽ ഘടകങ്ങൾ. അപ്പൊ ഇവിടെ ഒരു ഷോർട്ട് വഴി കൂടി എടുക്കണം, എന്നാൽ അത് റെഡിയാവും. 4-നെ നമുക്ക് 2/2 എന്ന് എഴുതിയാൽ ഒരു വിരോധവും ഇല്ല, കാരണം അടിയിലുള്ള 2 പ്രൈം നമ്പറായി. ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3/1 അതും നിങ്ങൾക്കറിയാം. ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ആ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് ഈ 4-നെ കൊണ്ടുവന്നു. ഇത്ര ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇനി 12/4 മാറുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കോളെ മക്കള്. ഈ ബ്രാക്കറ്റിന്റെ പുറത്തേക്കുള്ള 4-നെയും ഈ 2-നെയും തമ്മിൽ ഗുണിക്കണം എന്നുള്ളത് നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ 2/2 4 8 ഇൻറ്റു 3/1 4 4 നമ്മുടെ ജോലി കഴിഞ്ഞു. 12/4 പകരം പ്രൈം നമ്പറിന്റെ ഭാഗമായിട്ട് 12-നെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് 2/8 3/4 ചെയ്താൽ 12/4 തുല്യമാകും. അത് ഉറപ്പാണ്. ഇനി ഇവിടെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ മക്കൾ 8-ന്റെ കൂടെ ഒരു +1 ചേർക്കുന്നു, 4-ന്റെ കൂടെ ഒരു +1 ചേർക്കുന്നു. 8 × 1 9, 4 × 1 5, 9 × 5 45 ഘടകങ്ങളാണ് ഈ സംഖ്യക്ക് ഉള്ളത്. അതിൽ നിന്ന് ഓഡ് ഫാക്ടേഴ്സ് കണ്ടെത്താൻ 45-ൽ നിന്ന് നിങ്ങൾ മൈനസ് ചെയ്യണം 4 + 1-നെ.
4+1 മൈനസ് ചെയ്താൽ 5 കിട്ടുന്നു. 45 നിന്ന് 5 മൈനസ് ചെയ്താൽ എത്രയാണ് മക്കളെ? ഈ ചോദ്യത്തിലുള്ള 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. 12/4 മൊത്തം ഘടകങ്ങളുടെ എണ്ണം 45. 12/4 ഓഡ് ഫാക്ടേഴ്സ് 4 1 5. 12/4 ഇവൺ ഫാക്ടേഴ്സ് 45 5 കുറച്ചാൽ കിട്ടുന്ന 40. ഈ 3 ചോദ്യവും നിങ്ങളോട് ചോദിക്കാം. അതുകൊണ്ട് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യേസ് എന്ന് ഉറക്കെ എല്ലാവരും വിളിച്ച് പറയൂ. പറഞ്ഞ കുട്ടികൾ ഒന്നുകൂടി ഈ വീഡിയോ കാണുക. അതിന്റെ ഇടയിൽ ഇനിയും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ എടുക്കാൻ പോവുകയാണ്. എല്ലാവരും അവിടെ ഇരുന്നിട്ട് സ്വന്തമായിട്ട് ഞാൻ ഈ പറയുന്ന 3 ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തുക. 1 മിനിറ്റ് സമയം തരാം. ചോദ്യം ഇതാണ്, എഴുതിയെടുത്തോളൂ. 3600 3600 എന്ന സംഖ്യക്ക് ടോട്ടൽ ഫാക്ടേഴ്സ് എത്ര എന്നും ഓഡ് ഫാക്ടേഴ്സ് എത്ര എന്നും ഈവൺ ഫാക്ടേഴ്സ് എത്ര എന്നും നിങ്ങൾ കണ്ടെത്തണം. ഫാക്ടേഴ്സ് തുടങ്ങിക്കോളൂ ആദ്യം 2 കൊണ്ട്. അങ്ങനെ പോട്ടെ. നിങ്ങൾ ചെയ്യുമോ അതല്ല ഞാൻ ചെയ്യണോ എന്ന് പറയും. വെരി ഗുഡ്. അപ്പൊ നല്ല മക്കളാണ്. ധീരതേ, നിങ്ങൾ ചെയ്യുമോ അല്ല ഞാൻ ചെയ്യണോ? ആ, ചെയ്ത് കഴിഞ്ഞാൽ നീ ഏത് പറയണേ? കഴിഞ്ഞു. കുട്ടിയുടെ പേരെന്താ? വിഘ്നേഷ്. സ്കൂളിന്റെ പേരെന്താ? CNN. CNN. വിഘ്നേഷ്. എത്രയാണ് ഉത്തരം കിട്ടിയത് പറയൂ. അതായത് ഹരിക്കുമ്പോ ചോദ്യത്തിന് 3 ഉത്തരങ്ങളേ ഉള്ളൂ. ഒന്ന് ടോട്ടൽ ഫാക്ടേഴ്സ് എത്ര? ഇതാണ് എന്റെ ചോദ്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ. കോഹോസ്റ്റ് ആണ് കുറെ കുട്ടികള്. ക്ലാസ് തുടങ്ങുന്നതിന്റെ 15 മിനിറ്റ് മുമ്പെങ്കിലും എന്റെ ഈ ഗൂഗിൾ മീറ്റ് കയറിയാൽ മതി. ആ സമയത്ത് 80 കുട്ടികൾ എന്നൊക്കെ സെലക്ട് ചെയ്യുന്നതിന് പകരം 3 4 കുട്ടികൾ കയറിയിട്ട് അവരെ പെട്ടെന്ന് കോഹോസ്റ്റ് ആക്കാൻ പറ്റും. പിന്നീട് ഫോൺ ഇവിടെ ഇങ്ങനെ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നതുകൊണ്ട് ആ സമയത്ത് സാധിക്കാത്തതുകൊണ്ടാണ് വിട്ടുപോയത്. എല്ലാവരെയും തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാവരെയും തുറന്നു വിടാത്തത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ധീരജ, ടോട്ടൽ ഫാക്ടേഴ്സ് എത്രയാണ്? ഇല്ല. സ്കൂളിന്റെ പേര് വിളിക്കാം. സെന്റ് മൈക്കിൾസ്. ടോട്ടൽ ഫാക്ടേഴ്സ് എത്രയാണ്? 24. സാറ് 45. വീഡിയോ മാനസ്. 45 കറക്റ്റ് ആൻസർ ആണ്. 45 is the right answer. ടോട്ടൽ ഫാക്ടേഴ്സ് 45 ആണ്. ശരി, ഓഡ് ഫാക്ടേഴ്സ് എത്രയാണ് മകനെ? ഓഡ് ഫാക്ടേഴ്സ് കണ്ടില്ല. സെന്റ് മൈക്കിൾസിനെ വിളിക്കുന്നു. ഓഡ് ഫാക്ടേഴ്സ് എത്രയാണ് സെന്റ് മൈക്കിൾസ്?
അത് കിട്ടിയില്ല സർ. അത് കിട്ടിയില്ല സർ. പനമരം, വയനാട് പനമരം ഓൾഡ് ഫാക്ടേഴ്സ് എത്രയാണ്? പനമരത്തിനാവില്ല. യെസ്. തൃശ്ശൂർ ചേർപ്പ് ഓൾഡ് ഫാക്ടേഴ്സ് എത്രയാണ്? തൃശ്ശൂർ ചേർപ്പ് 9 കുട്ടികളുടെ ഒരു ആവേശം 9 എന്നോ എല്ലാവരും വേസ്റ്റ് പറയും. വെരി ഗുഡ്. യെസ്. എന്നാ പോകുന്നു. അടുത്തത് ഏതാ സ്കൂളിന്റെ പേര് നിങ്ങൾ തന്നെ പറയണം. പിന്നെ വേറെ സ്കൂളിനെ വിളിക്കാൻ ബാക്കിയുള്ള പറ. തൃശ്ശൂർ ചെറുപ്പ് കഴിഞ്ഞു. പിന്നെ വയനാട് പനമരം കഴിഞ്ഞു. പിന്നെ വേറെ എന്തെങ്കിലും സ്കൂളിന്റെ കുട്ടികളുണ്ടെങ്കിലും സ്കൂളിന്റെ പേര് പറയാം. ഇല്ല. ശരി. മുട്ടിൽ UP സ്കൂളിലെ കുട്ടി. അതാ മോളെ പേരെന്താ? ഐഷാസന. ഐഷാസനക്ക് എത്രയാണ് കിട്ടിയത്? ഈവൻ നമ്പർ ആണോ? ഓൾഡ് ഫാക്ടേഴ്സ് എത്രയാ? 6. 6 അല്ല മോളെ, 9 ആണ്. ഈവൻ ഫാക്ടേഴ്സ് 45 9 പോയാൽ 36. 36. ശരി. ഇതെങ്ങനെയാ കണ്ടെത്തുന്നത് നോക്കിക്കോളൂ. 3600 ആദ്യം നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 1800 കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. വീണ്ടും നിങ്ങൾക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 900 കിട്ടും. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 900 കിട്ടും. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? മക്കൾ പറ. 450. നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ചില സമയത്ത് പെട്ടെന്ന് ചോദിക്കും 3 കൊണ്ടൊക്കെ ചെയ്താലാണ്. ഇത് 2ന്റെ പ്രശ്നം തീരട്ടെ. 2ന്റെ പ്രശ്നം തീർത്ത് 3ലേക്ക് കടക്കാം, പിന്നെ 5ലേക്ക് പോകാം. അതാണ് അതിന്റെ വഴികൾ. അപ്പൊ നിങ്ങൾ 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്താൽ എത്ര സംഭവിക്കും? 225. അപ്പൊ നിങ്ങൾക്ക് തോന്നും 5 കൊണ്ടൊക്കെ ചെയ്താൽ എന്താ? 3 കൊണ്ട് ചെയ്യാമല്ലോ. 3 കൊണ്ട് ചെയ്താൽ എത്ര കിട്ടും? 75. എത്ര? 75. ശരി. അല്ലെങ്കിൽ മറ്റു കുട്ടികൾ പറയണേ. വീണ്ടും നമുക്ക് 3 കൊണ്ട് ഹരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എത്ര കിട്ടും? 25. ശരി. ഇനി മുട്ടിൽ സ്കൂളിലെ കുട്ടിയോടാണ് എന്റെ ചോദ്യം. 25 ഞാൻ എത്ര ഉണ്ടായിരിക്കാം മോളെ? വയനാട് മുട്ടിലുള്ള കുട്ടികളുടെ ചോദ്യം എത്രയാണ്? 25 എന്തുകൊണ്ട് ഏത് പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 5. യെസ്, 5 കൊണ്ട്. അപ്പൊ നമുക്ക് 5 കിട്ടും. മുട്ടി 5 കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പ്രൈം നമ്പർ ആണ്. അവിടെ നമ്മൾ അവസാനിച്ചു. ഇത് നിങ്ങൾ നോക്കൂ, എത്ര 2കളാണ് ഉപയോഗിച്ചത്? 2⁴ അല്ലെ? 4. 2⁴. എത്ര 3 ഉപയോഗിച്ചിട്ടുണ്ട് അവരെ? 3/2. എത്ര? 5 കിട്ടിയതോളൂ. ഇവിടെ എല്ലാം ഒരു +1 കൊടുക്കുന്നു. 1 2 3 4. ഇവിടെ ഒരു +1 കൊടുക്കുന്നു. ഇവിടെ ഒരു +1 കൊടുക്കുന്നു. അപ്പൊ 4 1 5, 2 3 3, 2 3 3. അങ്ങനെ 3 × 3 × 5 3 9 5 45 ഘടകങ്ങൾ ടോട്ടൽ കിട്ടി. എന്നിട്ട് ഇതിൽ നിന്ന് ഓഡ് ഫാക്ടേഴ്സ് കണ്ടെത്താൻ അവിടെ ചെറിയ പ്രശ്നമുണ്ട്. നേരത്തെ നിങ്ങൾക്ക് ഒരു 3 ഒരു 5 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് 2 ഓഡ് നമ്പർ ആയ പ്രൈം നമ്പർ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ മേലെയുള്ള 2 + 1 ഇവിടെയുള്ള 2 + 1 തമ്മിൽ ഗുണിക്കണം. അത് കൂട്ടുകയല്ലേ വേണ്ടി. നേരത്തെ കുട്ടി കൂട്ടിയത് കൊണ്ടാണ്
അവിടെ 6 കിട്ടിയിട്ട് വരും. അത് മൾട്ടിപ്പിൾ ചെയ്യാൻ വേണ്ടി. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്താൽ 3 × 3 നമുക്ക് 9 ഓഡ് ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് 9 എന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്ന 36 ആയിരിക്കും. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി മുന്നോട്ട് വരും. മനസ്സിലായി സാറേ. അത് പറഞ്ഞു നോക്കൂ. CNN ചാപ്പിൽ ഏതെങ്കിലും കുട്ടിക്ക് മുന്നോട്ട് വന്ന് പറഞ്ഞു നോക്കാം. ഇല്ല. യെസ്, ഇപ്പൊ ആർക്കും ധൈര്യമില്ല. മനസ്സിലായോ? അതൊന്ന് പറഞ്ഞു കിട്ടും. എങ്ങനെയാ കിട്ടിയത്? കേൾക്കുന്നില്ല. യെസ്, മാനസ് തയ്യാറെല്ലാം തോന്നുന്നു അല്ലേ? സാരില്ല. പെർമിൻ ജോസ്, ഹലോ. പെർമിൻ ജോസ് പോയോ? ഹലോ, എല്ലാവരും പോയോ? ആരും മിണ്ടാക്കുന്നുണ്ട്? ഹലോ സർ. ചോദ്യം കഴിഞ്ഞാൽ സീരജ്, ഇത് മനസ്സിലായോ? ഒന്ന് പറഞ്ഞു കൊടുക്കൂ. 3600 ഒരു ഈവൻ നമ്പർ ആയതിനെ കൊണ്ട് 2 എടുത്തു. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1800 കിട്ടി. അതും ഒരു ഈവൻ ഫാക്ടറാ, അതുകൊണ്ട് 2 എടുത്തു. 90 കിട്ടി, അതും ഒരു ഈവൻ ഫാക്ടറാ, അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ 450 കിട്ടി. അതും ഒരു ഈവൻ ഫാക്ടർ അതിനെ കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 225 കിട്ടി. അതൊരു ഓഡ് ഫാക്ടർ അതിനെ കൊണ്ട് 3 എടുത്തു. 3 എടുത്ത് ഡിവൈഡ് ചെയ്തപ്പോൾ 75 കിട്ടി. 75 ഒരു ഓഡ് ഫാക്ടർ അതിനെ കൊണ്ട് 3 എടുത്തു. ഈ 75-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാതെ? 75-ലെ 7 5 തമ്മിൽ കൂട്ടി നോക്കുക, 12 കിട്ടും. 12 എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 3 ആണ്. അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് 3 കൊണ്ട് പറ്റുന്നൊക്കെ തോന്നുന്നത് കേട്ടോ. ശരി, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നമ്മൾ 9 എന്ന ഓഡ് ഫാക്ടേഴ്സും 36 എന്ന ഈവൻ ഫാക്ടേഴ്സും നിങ്ങൾ കണ്ടെത്തിയത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇനി അടുത്ത നിങ്ങളുടെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സമയം കുറച്ച് കഴിഞ്ഞു പോയി. നിങ്ങളുടെ ചോദ്യം ഇതായിരുന്നു. നിങ്ങൾക്കുള്ള ചോദ്യം നേരത്തെ തന്നത് അത് ഇനി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. 36 ക്യൂബ്. ഓ, 36 ക്യൂബ്. നോക്കട്ടെ എങ്ങനെയാ നോക്കട്ടെ. അതാ ഞാൻ പറഞ്ഞത്. മാനസ് നേരത്തെ എന്തോ പറയാൻ പറ്റും മിണ്ടാട്ടത് എന്താ? നേരത്തെ ഞാൻ ഇതൊന്ന് വിവരിക്കാൻ പറഞ്ഞപ്പോ മാനസ് തെറ്റിക്കളഞ്ഞില്ലേ? അതെന്റെ കാരണം. സാരില്ല. അപ്പൊ നമുക്ക് എന്തായിരുന്ന ചോദ്യം നോക്കാം. ആ ചോദ്യത്തിൽ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങളുള്ള ചോദ്യം ഇതായിരുന്നു. കൃത്യമായിട്ട് 49 ഘടകങ്ങളുള്ള സംഖ്യ ഏത് എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 45 ഘടകങ്ങളുള്ള സംഖ്യ ഏത് എന്നായിരുന്നു ചോദ്യം അല്ലെ? 49 ഘടകങ്ങളുള്ള സംഖ്യ ഏത്? അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഈ 4 ഓപ്ഷനിലും ഓരോന്നിന്റെയും സംഭവം പറ. 12/3 എത്ര ഘടകങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയത്? അതുപോലെ ഇതിനെത്ര 2 ഘടകങ്ങൾ, ഇതിനെത്ര ഘടകങ്ങൾ കിട്ടിയത്? ഇത് ഒരു കാര്യം ചെയ്യും, വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കുക. സമയം മുന്നോട്ട് പോയതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ഇതിനെപ്പറ്റി ഒന്നുകൂടി വിവരിക്കാം. ഇന്നൊരു ഹോംവർക്ക് കൂടി എഴുതി തൽക്കാലം മക്കൾക്ക് പിരിയാം. ആ ഹോംവർക്ക് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നേരിട്ടില്ലാത്തവരെ വിളിക്കുക. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ നേരിട്ട് കയറി കഴിഞ്ഞാൽ ചോദ്യങ്ങൾക്ക് ആ വഴിക്ക് വരും. നിങ്ങളുടെ ബന്ധപ്പെട്ട ടീച്ചേഴ്സിനെ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ നമ്പർ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അഥവാ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ നേരിട്ട് നിങ്ങൾക്ക് കയറാം.
അപ്പൊ അതുവഴിക്കുള്ള കുട്ടികൾ അയച്ചുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ ഞാനില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മെസ്സേജ് അയച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നേരിട്ട് കയറാം. അഡ്മിൻ ഓൺലിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വിളിക്കുക. 2 ചോദ്യങ്ങളാണ് നേരിടുന്നത്. ആ 2 ചോദ്യങ്ങൾ മക്കളെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആ ഹോംവർക്കാണ്. 1ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിനെ പറ്റി വിവരിക്കുന്നതാണ്. ഒരു സർക്കിൾ വരയ്ക്കുക. വരച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് യെസ് എന്ന് പറയാം. റഫായിട്ട് വരച്ചാൽ മതി. കോഹോസ്റ്റായ കുട്ടി പറയണം യെസ് എന്ന് പറയണം. യെസ്. അങ്ങനെയാണെങ്കിൽ ആ സർക്കിൾ വരച്ചു കഴിഞ്ഞതിന് ശേഷം ആ സർക്കിളിനെ മക്കൾക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ സ്കെയിലൊന്നും വെക്കാതെ വരച്ചാണ്, അതുകൊണ്ട് കൃത്യമായി കാണുന്നില്ല. എന്നാലും ഒരുവിധം ഒപ്പിച്ചുകൊണ്ട് വരച്ചു. യെസ് എന്ന് പറയേണ്ട സമയമായിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഈ സർക്കിളിന് നിങ്ങൾക്ക് സെന്ററിൽ പേര് സുന്ദരമായ പേരാണ് പോ. സർക്കിളിന്റെ കേന്ദ്രത്തിന് പോ എന്ന് പേര്. അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് ഏകദേശം ഒരു അളവ് കണക്കാക്കിയിട്ട് ഒരു 4 സെന്റിമീറ്റർ അകലത്തിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തി എന്ന് വിചാരിക്കുക. ഇവിടുന്ന് കുറച്ച് വിട്ടിട്ട് ഒരു 3 സെന്റിമീറ്റർ അകലത്തിൽ നമ്മൾ മറ്റൊരു ബിന്ദു അടയാളപ്പെടുത്തി എന്ന് വിചാരിക്കുക. 3 ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ യെസ് എന്നവർക്ക് പുള്ളിക്കൊണ്ടേ ഇനി ഒരു സ്കൂളിനെ മാത്രം വിളിക്കുന്നത്, ഒരു സ്കൂളിൽ വിളിക്കുന്നത്. ചേർക്കുന്ന സ്കൂളിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോട്ട് വന്നേ. വന്നില്ല. യെസ്. സിഎല്ലിലും കുട്ടികൾ വന്നില്ല, അറിയില്ല. കൊണ്ടുവരുന്നില്ല. ശരി. അപ്പൊ നമ്മൾ സെന്റ് മൈക്കിൾസിലെ കുട്ടി മുന്നോട്ട് വന്നേ. സെന്റ് മൈക്കിൾസിലെ കുട്ടി വീഡിയോ കാണും. കേൾക്കാം. ചെയ്യാൻ പോകുന്നത് സെന്റ് മൈക്കിൾസ് ഇപ്പൊ ഓഫ് ചെയ്തോളൂ. ഇപ്പൊ മൈക്ക് ഓഫ് ചെയ്തോളൂ. ശരി. ആ 3 കുട്ടികൾ ശ്രദ്ധിക്കുക. ഇവിടെ 4, ഇവിടെ 3 അടയാളം. അത് ശരിയാ. ഈ 4 എന്ന ബിന്ദുവിൽ നിന്ന് ഈ 3 എന്ന ബിന്ദുവിലേക്ക് ഒരു വര വരച്ചു. അങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം തെളിഞ്ഞു കഴിഞ്ഞു. എന്താണ്? ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന ആംഗിളിന്റെ മെഷർമെന്റ് എന്തായാലും 90 നിങ്ങൾക്കറിയാം. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങളോട് ആവശ്യപ്പെടുന്ന ചോദ്യം എന്ന് നോക്കണം. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ വര നമുക്കൊന്ന് മാറ്റി വരച്ചേക്കാം. ഇനി അടുത്തതിൽ നിങ്ങൾ പെൻസിലോണ്ടാ വരച്ചെങ്കിൽ ഈ വരയിൽ ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് വരുത്താം. എങ്ങനെയാണ് ആ മാറ്റം വരുത്തുന്ന ഒരിക്കോളെ ഇതാണ് മാറ്റി അടുത്ത മാറ്റിക്കൊണ്ട് വരയ്ക്കണം. ഇവിടെ ഇവിടെ വരെയുള്ള വെട്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന 4, 3 വെട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ വര കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് വരച്ചു. ഇവിടുന്ന് ഈ 3ലേക്ക് നമ്മൾ ഇങ്ങനെ വരച്ചു. മാറ്റി വരയ്ക്കാനേ നേരത്തെ വരച്ചത് വ്യത്യസ്തമായി. അങ്ങനെ വരച്ചതിന് ശേഷം ഇവിടുന്ന് 4, 3ലേക്ക് വരെ ഇങ്ങോട്ട് വരച്ചു. അപ്പൊ ഇവിടെ എനിക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ അറിയാം. ഇവിടെ കിട്ടുന്നത്
ഇപ്പൊ ഈ ഫിഗർ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഈ ഫിഗർ വരച്ചത് അതാണ് അടുത്ത് നമ്മുടെ പെൻസിലുള്ള വരയ്ക്കുന്നത്. ഇതൊരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി. ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലം 4, ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലം 3 ഇങ്ങനെ ഒരു സംഗതി കിട്ടി. അതിൽ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോയെന്ന് മനസ്സിലായി. അപ്പം ഈ ചോദ്യം ഇതേ രീതിയിൽ ചിത്രം വരച്ചെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ചോദ്യം ഇതാണ്. മക്കൾ അടുത്ത ക്ലാസ് കണ്ടെത്തുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. ശ്രദ്ധിക്കുക. In this figure, O is the center of the circle. What is the radius of the circle? എന്തൊക്കെയോ വന്നിരിക്കുന്നു. In this figure, സെന്റ് മൈക്കിൾസിലെ കുട്ടിയാ ചോദ്യം ഒന്ന് വായിച്ചേ. In this figure, O is the center of the circle. What is the radius of the circle? ഓക്കെ. ആ സെന്റ് മൈക്കിൾസിലെ 3 കുട്ടികളും ഈ ക്ലാസ് കഴിഞ്ഞാൽ വിളിക്കുന്നത് എന്നെ വിളിക്കേണ്ടി വന്നത് 12 മനസ്സിലാകാത്ത കുട്ടികൾ എന്നെ വിളിക്കണം. സെന്റ് മൈക്കിൾസിലെ 3 കുട്ടികളെ വിളിക്കുക. 86171729 എന്ന നമ്പറിൽ വിളിക്കുക. പിന്നെ ഈ ക്ലാസ് പങ്കെടുക്കുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ USSന് ഗൈഡ് തയ്യാറായി വരുന്നുണ്ട്. മലയാളം മീഡിയം ഗൈഡ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷ് മീഡിയം ഗൈഡാണ്. അത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറങ്ങും. എന്റെ ഗ്രൂപ്പിൽ നേരിട്ട് കയറിയ കുട്ടികൾക്ക്, സ്കൂളിന്റെ ഗ്രൂപ്പിലല്ലാതെ നേരിട്ട് എന്നെ വിളിച്ചിട്ട് കയറിയ കുട്ടികൾക്കെല്ലാം ആ ഗൈഡ് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ രക്ഷിതാക്കള് അവരുടെ അഡ്രസ് കാര്യങ്ങളൊക്കെ അയച്ചു തന്നാൽ ഒന്നുകിൽ സ്കൂൾ എത്തിച്ചേരും. സെന്റ് മൈക്കിൾസിനൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ വരുന്നതാണ്, ചേർക്കലും ക്ലാസ് എടുക്കാൻ വരുന്നതാണ്, പനമരത്തും വരുന്നതാണ്. അവിടെയൊക്കെ നമുക്ക് നേരിട്ട് തരാം. അല്ലാതെ വിവിധ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്കെല്ലാം മലയാളം മീഡിയം വേണമെങ്കിൽ ഇപ്പൊ തന്നെ വിളിക്കാം, ഇന്ന് തന്നെ അയക്കും. ഇംഗ്ലീഷ് മീഡിയം പുസ്തകമാണ് വേണ്ടെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ വിളിക്കാം. മലയാളം മീഡിയത്തിന്റെ പുസ്തകം തയ്യാറായി കഴിഞ്ഞു. എല്ലാം പുതിയ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയതാണ്. 6ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകങ്ങളുടെ ചോദ്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂമാത്സ് വരെയുള്ള ഉയർന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഗൈഡ് എന്റെ ഗ്രൂപ്പിൽ കയറിയ കുട്ടികൾക്കെല്ലാം ഈ ഗൈഡ് ലഭിക്കും. അവരെന്നെ നേരിട്ട് വിളിക്കുക. സ്കൂളിലാണ് കയറിയിട്ട് സ്കൂൾ ടീച്ചേഴ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ കയറിയതെങ്കിൽ നിങ്ങളുടെ സ്കൂളിലേക്ക് ഈ പുസ്തകം എത്തിച്ചു തരും. വേറെ ഗൈഡൊന്നും നിങ്ങൾ വാങ്ങേണ്ടതില്ല. ഇതിന്റെ ടീച്ചിങ് മെറ്റീരിയൽസും കാര്യങ്ങളും പഠന മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് വരും. മാത്രമല്ല എന്റെ ഗ്രൂപ്പിൽ നേരിട്ടില്ലാത്ത കുട്ടികൾക്ക് എന്നെ വിളിച്ചിട്ട് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് നേരിട്ട് കയറി ഒന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കുട്ടികൾ ഷെയർ ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻസ് നേരിട്ട് മക്കൾക്ക് കിട്ടും. സംശയങ്ങളൊക്കെ ഗ്രൂപ്പിലൂടെ തന്നെ അല്ലെങ്കിൽ നേരിട്ട് തന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. പിന്നെ എപ്പോഴാണ് ക്ലാസ് വരുന്നത് എന്നൊക്കെ എന്റെ ഗ്രൂപ്പ് കയറിയാൽ തലേ ദിവസമാണ് മെസ്സേജ് വരിക. നാളത്തെ സംശയത്തിലേക്ക് പറയുക. അതുകൊണ്ട് ഗ്രൂപ്പിലൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി പേരൻസിനോട് പറയുക. അതേപോലെ പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ ഒള്ളിയാണ്ടൊന്നും സാധിക്കില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ നേരിട്ട് അയച്ചു തന്നാൽ മതി. പെട്ട കുട്ടികൾക്കൊക്കെ ഏത് ക്വസ്റ്റ്യൻ കഴിഞ്ഞാലും ആ ക്വസ്റ്റ്യൻ ഒക്കെ ഷെയർ ചെയ്യാതെ മാർക്ക്. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇപ്പൊ 3 പാഠം, അതേപോലെ 3 പാഠത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ USSന് 2-3 പാഠം കഴിഞ്ഞാൽ വീണ്ടും വരകൾ, ലൈനും ആംഗിളുള്ള ചോദ്യങ്ങൾ, ട്രയാങ്കിളിനെ പറ്റിയൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ചോദ്യം ഇതാണ്. ഈ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ചോദ്യത്തിൽ നിങ്ങളുടെ ചോദ്യം വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. ഈ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? മലയാളത്തിൽ അതിന് പറയാം ആരം എന്നാണ്. ആരം എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ ഒരു കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തേക്ക് വരയ്ക്കുന്ന ആ വരയുടെ പേരാണ് ആരം. എന്നിട്ട് ആരം അത് അങ്ങ് ഇരട്ടിയായാൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരെ വന്ന് ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് പോയി വൃത്തത്തിന്റെ
കേന്ദ്രത്തോട് കടന്നു പോകുന്ന ആഴത്തിന്റെ ഇരട്ടിയായ ആ വരിയുടെ ഡയാമീറ്റർ ഡയമീറ്റർ ഡയമീറ്റർ അതൊക്കെ നിങ്ങൾ പഠിക്കും. അതിപ്പോ ഞാൻ എന്റെ ചോദ്യം ഇതാണ്, വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഈ ഒരു വശത്തേക്ക് മാത്രമുള്ള ഈ വരയുടെ അളവ് എത്രയാണെന്നാണ് എന്റെ ചോദ്യം. അതാണ് മക്കൾ കണ്ടെത്തേണ്ടത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.